എൻ്റെ പേര് രാജേഷ് എന്നാണ്. കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ സ്ഥാപനത്തിലെ ക്യാംകോ എന്ന സ്ഥാപനത്തിലെ R&D വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ വൈഗയിലെ എല്ലാ വർഷവും എല്ലാ പതിപ്പിലും പങ്കെടുക്കാറുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് 3 സ്റ്റോളാണ് ഇവിടെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഈ സ്റ്റോളിൽ ഇത്തവണ തന്നെ ഞങ്ങളുടെ പുതിയൊരു പ്രോഡക്റ്റായ ഇലക്ട്രിക് റീപ്പറിൻ്റെ ഉദ്ഘാടനവും മന്ത്രി ചെയ്തായിരുന്നു. ഒത്തിരി സന്തോഷത്തോടെ തന്നെയായിരുന്നു ഇതെല്ലാം പങ്കെടുത്തതുമെല്ലാം. വളരെയധികം ആൾക്കാർ വരുന്നുണ്ട്. നല്ലൊരു റെസ്പോൺസാണ്. ഞങ്ങൾക്ക് ഒത്തിരി എൻക്വയറീസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മൂലം ഒത്തിരി ഈ നമ്മളിപ്പോഴുള്ള സ്ഥാപനങ്ങൾക്കും മറ്റെല്ലാ ഇതുകൾക്കും ഭയങ്കരമായ ഒരു ഹെൽപ്പാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാത്തിനും വളരെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഈ സ്റ്റോളിലേക്ക് ഇപ്പം എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഭക്ഷണമായാലും ബാക്കിയുള്ള എല്ലാമായാലും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ എല്ലാ പ്രോഡക്റ്റ് കാണാനും അതെല്ലാം മനസ്സിലാക്കാനും ഇതുപോലുള്ള സ്റ്റോളുകൾ വഴി സാധിക്കുന്നതാണ്. ഹലോ, ഞാൻ പോത്തൻകാട് ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ CEO ആണ്. എൻ്റെ പേര് രമ്യ. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രൊഡക്ട്സ് നമ്മളെ കമ്പനിയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ കമ്പനിയിൽ 750 ഷെയർ ഹോൾഡേഴ്സാണുള്ളത്. 750 ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഫാമേഴ്സാണ്. അപ്പോൾ അവർ വിവിധ ഇനം പ്രൊഡക്ട്സുകൾ ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട്, മാർക്കറ്റ് ലിങ്കേജ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈഗ ഇവൻറ്റിൽ വന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ വിൽക്കാൻ സാധിച്ചു. നമുക്ക് ചിപ്സൊക്കെ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിനെയാണ് ഈ പ്രൊഡക്ട്സൊക്കെ കാണുന്നത്. വീട്ടമ്മമാർ ചെയ്യുന്ന അച്ചാർ, സ്ക്വാഷ്. അതുപോലെ നമ്മളുടെ കമ്പനിയിൽ ഡയറക്റ്റ് നമ്മൾ കാശ്മീരിലെ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കുന്ന കാശ്മീരി സാഫ്രോൺ ഉണ്ട്. നമ്മുടെ ഒരു ഷെയർ ഹോൾഡർ, അദ്ദേഹം ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹം ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ സാഫ്രോണിൻ്റെ ബോക്സ് ഇതാണ്. അവിടുത്തെ കാശ്മീരിലെ കർഷകരിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. ഡെലീഷ്യ റാ സാഫ്രോൺ എന്ന് പറഞ്ഞാണ് ഇതിനെ ഇറക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സാഫ്രോൺ ഇട്ട് സാഫ്രോൺ ഇൻഫ്യൂസ് ചെയ്ത ഹണി വിത്ത് സാഫ്രോണും കൊടുക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിവിധതരം പ്രൊഡക്ട്സാണ് നമുക്കുള്ളത്. നമ്മുടെ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങിയിട്ട് 4 വർഷമായി. 2021 ജൂലൈയിലാണ് തുടങ്ങിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 10K FPO സ്കീമിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ കമ്പനി. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് നടക്കുന്നുണ്ട്. നമ്മുടെ സാഫ്രോൺ ആവട്ടെ, ഹണി വിത്ത് സാഫ്രോൺ, ഈ അച്ചാറുകൾ, അതുപോലെ ചിപ്സ്, നമുക്ക് ഹാൻഡ് മെയ്ഡ് സോപ്പുകളും ഉണ്ട്. ഹെർബൽ ആയിട്ടുള്ള ആയുർവേദിക് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പുകൾ, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പുട്ടുപൊടികൾ, വിവിധതരം പുട്ടുപൊടി, ടപ്പിയോക്ക പൗഡർ, ജാക്ക് ഫ്രൂട്ട് പൗഡർ, അങ്ങനെ നമ്മുടെ നാടൻ ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ, വിവിധതരം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വൈഗ 2026 ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ള എക്സിബിഷനിൽ സിസ എന്ന് പറയുന്ന സെൻറ്റർ ഫോർ ഇന്നൊവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ, അതായത് ഇതൊരു NGO ആണ്. പക്ഷേ നമ്മുടെ 10,000 FPO സ്കീമിൽ 36 FPOസിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സിസ എന്ന് പറയുന്നത്. അപ്പോൾ സിസ നമ്മുടെ എല്ലാ കർഷകരിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രോഡക്റ്റുകളുമാണ് ഇവിടെ ഇന്നിപ്പോൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് മുരിങ്ങ പൗഡർ. സാധാരണ മാർക്കറ്റിൽ ശുദ്ധമായ മുരിങ്ങ പൗഡർ കിട്ടുന്നത് കുറവാണ്. ഇത് നമ്മൾ കർഷകരിൽ നിന്നെടുക്കുന്ന മുരിങ്ങ പൗഡർ വളരെ ശുദ്ധമായിട്ടുള്ള ഗുണമേന്മയുള്ള ആരോഗ്യകരമായ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെയുള്ള മുരിങ്ങ പൗഡർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല സ്വീറ്റ് പൊട്ടറ്റോ പൗഡർ സാധാരണ കുട്ടികൾക്കൊക്കെ എന്നും നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗുണം എന്നും കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ദിവസേനയുള്ള ആഹാരത്തിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോയുടെ പൗഡർ. അതുപോലെ തന്നെ നമ്മുടെ കുടംപുളി സാധാരണ പച്ചക്കുടംപുളി എല്ലാം കൂടെ ഇട്ടായിരിക്കും ഉണക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് എല്ലാം നല്ല പഴുത്ത കുടംപുളികളിൽ നിന്ന് ഉണക്കിയെടുത്തിട്ടുള്ള കുടംപുളി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള സഹ്യാദ്രിയിലുള്ള, അതായത് നമ്മുടെ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗ്രാമ്പു, പട്ട, അതുപോലെ തന്നെ മറ്റ് സ്പൈസസ് എല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓരോ ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയുടെയും സാധനങ്ങൾ ഇവിടെ നമ്മൾ 3 സ്റ്റാളാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിസയും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാട്ടുതേനും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഹണിബി എന്നെടുക്കുന്ന കാട്ടുതേനും പ്രാധാന്യമുള്ള ഒരു പ്രോഡക്റ്റാണ്
പിന്നെ മറ്റ് വാല്യൂ മില്ലറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ എന്താണ് നമ്മുടെ ഇപ്പോൾ സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന ഒരുവിധ എല്ലാ ഭക്ഷ്യോൽപ്പന്നങ്ങളും നമ്മുടെ സിസയുടെ കീഴിൽ ഇവിടെ ഈ മാർക്കറ്റിങ്ങിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നമസ്കാരം. നമ്മുടെ സ്റ്റോൾ നമ്പർ 150 ആണ്. അപ്പേഡ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അഗ്രികൾച്ചറൽ പ്രോസസ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന സ്റ്റോൾ നമ്പർ 150 ആണ്. വൈഗ 2026 അപ്പേഡയുടെ സ്റ്റോളിന് വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ വരികയും എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സിനെ പറ്റി ചോദിക്കുകയും ആ പ്രൊസീജിയേഴ്സ് വളരെ വിശദമായിട്ട് അവർക്ക് വിവരിച്ചു കൊടുക്കുകയും അതുപോലെ സംശയങ്ങൾ മാറ്റിക്കൊടുക്കാനും ഒക്കെ ഈ സ്റ്റോളുകൾ ഉപകരിച്ചിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമാണ്. നമ്മുടെ പ്രൊഡക്ട്സ് ഈ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സ് പേഡായുടെ എക്സ്പോർട്ടേഴ്സിൻ്റെ തന്നെ പ്രൊഡക്ട്സ് ആണ്. പേഡായ്ക്ക് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട്, പ്രൊഡക്ഷനോ പ്രോസസ്സിങ്ങോ ഇല്ലാത്തതുകൊണ്ട് എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിലും വളരെ നല്ല പ്രതികരണവും വളരെ നല്ല എൻക്വയറിയാണ് ലഭിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ വൈഗ 2026 വളരെ നല്ല ഒരു സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവായിട്ടാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഇനിയും സംഘടിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു സജഷൻ. താങ്ക് യു. ഞങ്ങൾ ബനാന കർഷകരിൽ നിന്ന് വാഴപ്പിണ്ടി ശേഖരിച്ച് അതിൻ്റെ ജ്യൂസാണ് ഞങ്ങളെ മെയിൻ പ്രോഡക്റ്റ്. ഇത് ഷുഗർ പേഷ്യൻ്റ്, കിഡ്നി സ്റ്റോൺ, വെയിറ്റ് ലോസ് ഇതൊക്കെ ഉള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ഒരു റെയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കണം എന്നാണ് ഞങ്ങൾ മെയിനായിട്ടുള്ള ഉദ്ദേശം. കേരള സർക്കാരിൻ്റെ വൈഗയിൽ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. സ്റ്റോൾ നമ്പർ 79 ഞങ്ങളെ പ്രൊഡക്റ്റ് ഉള്ളത്. ടാറോ ചിപ്സ്, ബനാന ഫ്ലേവേഡ് ചിപ്സ്, കുക്കീസ്, ഫിഗ് ചോക്ലേറ്റ്, ജാംസ് ഇതെല്ലാം ഞങ്ങളെ പ്രൊഡക്റ്റ്. എൻ്റെ പേര് സാബു വർഗീസ് എന്നാണ്. ഞാൻ തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ പുന്നേക്കാട് എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. 2020 കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ നമുക്ക് 710ഓളം അംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് വാക്യൂം ഫ്രൈ ഡീഹൈഡ്രേഷനുമാണ്. ചക്കപ്പഴം, ഏത്തപ്പഴം തുടങ്ങിയവ വാക്യൂം ഫ്രൈയും, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയ ഐറ്റങ്ങൾ ഡീഹൈഡ്രേഷനുമാണ് നടത്തി വരുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ഡിമാൻഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്കുള്ള 2024 സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കിട്ടിയ കമ്പനിയും കൂടിയാണ് നമ്മുടെ. ഇത് കൂടാതെ നമുക്ക് ചിപ്സ് ഐറ്റങ്ങൾ, ബനാന ചിപ്സ്, അതുപോലെ തന്നെ ശർക്കര വരട്ടി, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മിക്സറ്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്ട് 35ഓളം ഐറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ. തികച്ചും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം നമുക്ക് കൃഷിക്കാരുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൃഷിക്കാരുടെ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പറയാം. ഞങ്ങളുടെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് മുഴുവൻ ഞങ്ങളുടെ ഫാമേഴ്സിൽ നിന്നാണ്. അതാണ് മറ്റ് കമ്പനികളിൽ നിന്ന് തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് കമ്പനിക്കുള്ള ഏറ്റവും പ്രധാന പ്രത്യേകത. നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ തരാൻ പറ്റുന്ന നല്ല കൃഷിക്കാർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മളൊരു 3.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മുടെ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത്. ഏതാണ്ട് 6000 സ്ക്വയർ ഫീറ്റ് മെയിൻ ബിൽഡിങ്ങും അതുപോലെ തന്നെ 3000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വർക്ക് ഏരിയയും ഉള്ള ഒരു നല്ല കമ്പനിയാണ് ഇന്ന് തട്ടേക്കാട് അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. കാർഷിക മേഖലയിൽ മൂല്യവർദ്ധന സംരംഭങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് SFAC കേരള എന്ന് പറയുന്നത്. ഇവിടെ 128 മുതൽ 132 വരെ SFAC കേരളയുടെ സ്റ്റാളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ 132 SFAC കേരളയുടെ ഹെൽപ്പ് ഡെസ്കും 128 മുതൽ നമ്മുടെ അസിസ്റ്റൻസിൽ ഉള്ള യൂണിറ്റുകളുടെ സ്റ്റാളുകളുമാണുള്ളത്. അതിലെ നമ്മുടെ ചില യൂണിറ്റുകളുടെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. ഇപ്പം തട്ടേക്കാടിൻ്റെ വാക്വം ഫ്രൈഡ് ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, അതുപോലെ സ്പീഷ്യ ഇടുക്കിയുടെ കൊണ്ടാട്ടം, ബ്ലാക്ക് പെപ്പർ, ടീ പൗഡർ, ഇങ്ങനെ തുടങ്ങി പല പല പ്രൊഡക്ട്സ് നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇതേ യൂണിറ്റുകൾ തന്നെ അവിടെ സെയിലിനായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം മൂല്യവർദ്ധനത്തിന് താല്പര്യമുള്ള പല പല യൂണിറ്റുകൾക്ക് നമ്മുടെ പോർട്ടലിലൂടെ SFAC Kerala.org എന്ന് പറയുന്ന പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കുന്നതാണ്. കേരളത്തിൽ കാർഷിക സംരംഭക ഇക്കോസിസ്റ്റം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം SFAC കേരളം. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ, കർഷക ഉൽപാദന സംഘടനകൾ എന്നിവയുടെ വികസനത്തിലൂടെ
കേരളത്തെ ഒരു ഭക്ഷ്യ സംസ്കരണ ഹബ്ബാക്കി വളർത്തിയെടുക്കുക എന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് SFEC കേരള കാഴ്ചവെക്കുന്നത്. നമ്മൾ കേര ഫെഡിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. നമ്മളിവിടെ നേരിട്ട് നമുക്കിവിടെ ഒരു സ്റ്റോക്ക് പോയിന്റ് ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് നമ്മുടെ പ്ലാന്റിൽ നിന്നുള്ള എണ്ണയാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഒരു വില കുറച്ചിട്ട് ബാക്കി കടയിൽ കിട്ടുന്നതിനേക്കാളും ഒരു ഓഫർ പ്രൈസ് ആയിട്ടുള്ള ഒരു ലിറ്റർ 350 രൂപ എന്നുള്ളൊരു നിരക്കിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഹെയർ ഓയിൽ കേരജങ്കേശ്. നമ്മുടെ ഇതും കേരഫെഡ് നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോഴിക്കോട് പ്ലാന്റിൽ. ഇത് നമ്മളിവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേരഫെഡ് എന്ന് പറയുന്ന സ്ഥാപനം ഈ വൈഗയുടെ ഒരു കോ സ്പോൺസേഴ്സും കൂടെയാണ്. നമ്മളും കൂടെ 11-ാം തീയതി തൊട്ട് സ്റ്റാൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കേരളയുടെ സ്റ്റോളാണ്. ഇതിലിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഇതെന്ന് പറയുന്നത് CTCRIന്ന് ചെയ്തു കൊടുത്തേക്കുന്ന ഒരു സ്ട്രക്ചറാണ്. 30,000 രൂപ കർഷകരടയ്ക്കുമ്പോൾ ഈ ഒരു ഫുൾ സ്ട്രക്ചർ CTCRIന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ഥലപരിമിതിയുള്ള കർഷകർക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ഇതെന്ന് പറയുന്നത് മൈക്രോ ഗ്രീൻസ് മുളപ്പിച്ചിരിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സ്കീമില്ല, കർഷകർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്നതാണ്. ഈ ഇതെന്ന് പറയുന്നത് ഹൈഡ്രോപോണിക്സ്. നമുക്കിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ് ഹൈഡ്രോപോണിക്സ്. ഇതെന്ന് പറയുമ്പോൾ 1 സ്ക്വയർ മീറ്റർ ചെയ്യുന്നതിന് 350 രൂപ സബ്സിഡി. 350 രൂപ ടോട്ടൽ ചിലവ് വരുമ്പോൾ അതിൻ്റെ പകുതി സബ്സിഡി ആയിട്ട് കിട്ടും. ഇതെന്ന് പറയുന്ന ഇടുക്കിയിൽ നിന്ന് നമ്മുടെ ഒരു ഫാർമർ ചെയ്ത ലിലിയം പ്ലാന്റ് ആണ്. പിന്നെ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന മഷ്റൂം വില്ലേജ്. നമുക്കിപ്പോൾ നടക്കുന്ന മഷ്റൂം വില്ലേജാണിത്. സ്കീം. നമുക്കിപ്പോൾ 4 നിയോജക മണ്ഡലങ്ങളിലായിട്ട് നടത്തി വരുന്ന മഷ്റൂം സ്കീമാണ്. ഇതെന്ന് പറയുന്ന ഒരു മോഡലാണ് മഷ്റൂം വില്ലേജിൻ്റെ. ഒരു പാക്ക് ഹൗസ്, ഡ്രയർ, മഷ്റൂമിൻ്റെ പ്രോഡക്ട്സ്. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വൈഗയിൽ ഇപ്പോൾ ഈ വൈഗ പ്രോഗ്രാമിലൂടെ നമ്മുടെ ഒരുപാട് ഫാമേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്കീമുകളൊക്കെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പുതിയ കർഷകർ ഇതിലോട്ട് മുന്നിലോട്ട് വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു പ്രോഗ്രാമായിട്ട് തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഇത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനീൻ്റെ സ്റ്റോളാണ്. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് സ്കീം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി. അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റോളിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമുണ്ട്, കാറ്റിൽ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഷ്രിമ്പിൻ്റെ ഇൻഷുറൻസും ഉണ്ട്, അതേപോലെ തന്നെ റബ്ബർ ഇൻഷുറൻസും ഉണ്ട്. ക്രോപ്പ് ഇൻഷുറൻസിൽ നമുക്ക് 22 വിളകളോളം ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. വരുന്ന സീസണിൻ്റെ ഇൻഷുറൻസ് കാരിഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ജൂൺ മന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓഫ് സീസൺ ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകളാണ് റബ്ബറിനും കാറ്റിലിനും അതേപോലെ തന്നെ ഷ്രിമ്പ് ഇൻഷുറൻസിനും പറയുന്നത്. റബ്ബറിനാണെങ്കിൽ നമുക്ക് പ്രീമെച്വർ പ്ലാൻസും ചെയ്യാൻ വേണ്ടി പറ്റും, മെച്വർ പ്ലാൻസും ചെയ്യാൻ വേണ്ടി പറ്റും. കാറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബഫല്ലോ, അതേപോലെ തന്നെ കൗ, ഗോട്ട്, ഇത്രയാണ് നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നത്. പിന്നെ ഷ്രിമ്പാണ് വരുന്നത്. പോണ്ടിൽ കൃഷി ചെയ്യുന്നവർക്കാണ് ഷ്രിമ്പ് ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോളിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം ഡീറ്റെയിൽസ് കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അതാത് താലൂക്ക് കോർഡിനേറ്റേഴ്സിൻ്റെ കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ACയുടെ റീജിയണൽ ഓഫീസായിട്ടുള്ള വഴുതക്കാട് വിസിറ്റ് ചെയ്താലും നമുക്കത് ഡീറ്റെയിൽസ് കിട്ടും. താങ്ക് യു. ഇത് മലപ്പുറം ജില്ലയുടെ സ്റ്റാളാണ്. നമ്മൾ പ്രധാനമായിട്ടും വൈഗയിൽ വാല്യൂ അഡീഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ, നൂതന സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് കൂടെയുള്ള ഒരു സ്റ്റാളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്മാർട്ട് കൃഷിഭവനുകൾ, ഇപ്പോൾ കൃഷിഭവനുകളൊക്കെ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മുടെ സ്മാർട്ട് കൃഷിഭവൻ വഴി സാധിക്കും. അതിൻ്റെ മലപ്പുറം ജില്ലയിലെ മാതൃകാപരമായിട്ടുള്ള കൃഷിഭവനാണ് പിന്നെ തിരുനാവായ കൃഷിഭവൻ. അതിൻ്റെ ഒരു മോഡലാണ് വെച്ചിരിക്കുന്നത്. കൃഷിഭവനിൽ തന്നെ വിള ആരോഗ്യ കേന്ദ്രം, വിളകൾക്ക് ആവശ്യമായിട്ടുള്ള എങ്ങനെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാം, എങ്ങനെ രോഗകീട നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമുക്ക് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കേന്ദ്രം അവിടെയുണ്ട്. അതുപോലെ തന്നെ എക്കോ ഷോപ്പുണ്ട്. എക്കോ ഷോപ്പിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അതുപോലെ തന്നെ ഉൽപ്പാദന ഉപാധികളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി കഴിയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ അഡീഷണൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേരള അഗ്രോ പ്രോഡക്റ്റ് ഇന്റർനാഷണലി തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പിൻ്റെ ഒരു ബ്രാൻഡാണ് കേരള അഗ്രോ ബ്രാൻഡ്. അതിനകത്തുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാം ടൂറിസം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഫാം ടൂറിസം. ഫാം ടൂറിസത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു മോഡൽ, അതുപോലെ തന്നെ കർഷകൻ എങ്ങനെ പരമ്പരാഗത കാർഷിക രംഗത്തിൽ നിന്നും
പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്ന, സാങ്കേതികവിദ്യ കൂടുതൽ ഉപയോഗിക്കുന്ന കർഷകരിലേക്ക് പരിവർത്തനം എന്ന രീതിയിലേക്കാണ് ഒരു മോഡൽ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് മലപ്പുറത്തിൻ്റെ തനതായിട്ടുള്ള എടയൂർ മുളക്. അതുപോലെ തന്നെ തിരൂർ വെറ്റില, ഇത് രണ്ടിനും GI അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് പ്രൊഡക്റ്റും മലപ്പുറത്തിൻ്റെ തനതായിട്ടുള്ള ഉൽപ്പന്നമാണ്. പിന്നെ കേരള അഗ്രോ ഉൽപ്പന്നത്തിന് കൂവപ്പൊടി, അതുപോലെ തന്നെ തേന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ മലപ്പുറത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രദർശനമാണ് ഈ മലപ്പുറം ജില്ലയുടെ സ്റ്റാളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. കേര എന്ന് പറയുന്നത് ഒരു വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് നമുക്ക് അറിയാം, വർഷങ്ങളായിട്ട് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കൃഷിക്കാരും അതുപോലെ തന്നെ കൃഷിയും കർഷകരും എല്ലാവരും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് കേര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഏകദേശം 2365 കോടിയുടെ ഒരു പദ്ധതിയാണിത്. അടുത്ത 5 വർഷത്തേക്ക് 2029 വരയ്ക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നടപ്പിലാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, കർഷകരെ സംബന്ധിച്ചിടത്തോളം ആവശ്യം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്ന ഒരു കൃഷി രീതിയാണ് ആവശ്യം. അപ്പോൾ ആ കൃഷി രീതികൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചുമതല എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ഒരു കേര പദ്ധതിയിൽ കൂടെ നമ്മൾ അടുത്തൊരു 3 വർഷം കൊണ്ട് നമുക്കത് നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ കാലാവസ്ഥയെ ചെറുക്കുന്ന ഒരു കൃഷി രീതി, അതിന് നമ്മൾ CRA പ്രാക്ടീസസ് എന്ന് പറയും, ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ, അത് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നെൽകൃഷിയിൽ എങ്ങനെ നമുക്ക് ജലസേചനം കുറച്ചുകൊണ്ട് കൃഷി ചെയ്യിക്കാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് നമ്മളിപ്പോൾ ട്രയലായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വിളകളുടെ അഗ്രോ ഇക്കോളജിക്കൽ സോൺ വൈസ് എങ്ങനെ ഏത് രീതിയിൽ വിളകൾ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും, ഏത് രീതിയിൽ കർഷകരെ ക്ലൈമറ്റിനെ കുറിച്ച് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കേര പ്രോജക്റ്റ്. അതിനുശേഷം കർഷകർ ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് ഉൽപ്പാദനം കൂടുമ്പോഴത്തേക്ക് അവരുടെ പ്രോഡക്ട്സുകൾ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റീവ് അലയൻസ് പോലുള്ള കർഷക ഉൽപ്പാദന കമ്പനികളും അഗ്രി ബിസിനസ് പ്ലേയേഴ്സും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം റബ്ബർ, കാപ്പി, അതുപോലെ തന്നെ ഏലം, ഇതിൻ്റെ പുനർകൃഷി, അതായത് കൃഷി വളരെ നല്ല രീതിയിലല്ല ഈ പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാത്തിനും ഉൽപ്പാദനം കുറവാണ്. അപ്പോൾ ഉൽപ്പാദനം കുറവായിട്ട് വരുന്ന ക്ലൈമറ്റ് റെസിലിയന്റ് വെറൈറ്റീസ് വെച്ചുകൊണ്ട് പുനർനടീലിന് വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം 50,000-ഓളം ഫാർമേഴ്സ് ഇതിനകത്ത് ബെനിഫിറ്റ് ആകും എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ഏകദേശം 35,000-ഓളം ഹെക്ടർ അടുത്ത 3 വർഷം കൊണ്ട് റബ്ബറും കാപ്പിയും ഏലം നമ്മൾ റീപ്ലാന്റിങ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷിയെ ബിസിനസ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. പല സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും, തമിഴ്നാട് പോയി കഴിഞ്ഞാൽ വ്യവസായം എന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യവസായമല്ല, കൃഷിയെ നമ്മൾ ആ രീതിയിലല്ല കാണുന്നത്. അപ്പോൾ അതിന് ബിസിനസ്സായി കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ കമ്പനികളുമായിട്ട്, വ്യവസായമായിട്ട് ബന്ധിപ്പിക്കണം. അതിനായിട്ട് MSME മേഖലകളിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഏകദേശം 250-ഓളം അഗ്രി ബേസ്ഡ് MSME ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അഗ്രി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം ഒരു യാഥാർത്ഥ്യമാക്കുകയാണ്. ഏകദേശം 70-ഓളം ഏക്കർ ഗവൺമെൻറ് ഭൂമി കർഷകർക്ക് കാർഷിക വൃത്തിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ബിസിനസ്മാന് കൊടുക്കുകയും അവർ പുതിയ സംരംഭങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഏകദേശം 70-ഓളം ഏക്കർ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഗ്രി സ്റ്റാർട്ടപ്പുകൾ പുതിയ സൊല്യൂഷൻസ്, കർഷകരുടെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ 2365 കോടിയുടെ ഈ പ്രോജക്റ്റ്. വൈഗയിൽ ഇങ്ങനെ ഒരു സ്റ്റാള് നമുക്ക് ചെയ്യാൻ സാധിച്ചതും ധാരാളം ആൾക്കാർ ഈ പദ്ധതികളെക്കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റുകൾ നേടാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് വൈഗയുടെ ഈ ഒരു സ്റ്റാള് നല്ല രീതിയിൽ കർഷകർക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് സാധിക്കാനായിട്ട് നമുക്ക് നല്ലൊരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് വൈഗയുടെ സ്റ്റാള് വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഞാൻ വരുന്നത് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിനാണ് ഞാൻ വരുന്നത്. എനിക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനവിഭവങ്ങളും അതുപോലെ തന്നെ കാർഷിക വിളകളായിട്ടുള്ള കുരുമുളക്, ഏലം ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ വീടിനകത്ത് എത്തിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വനത്തിലുള്ള വനവിഭവങ്ങളാണ്. ഇഞ്ച, ചെറുതേൻ, വന്തേൻ, തെല്ലി, കല്ലൂർ വഞ്ചി, കുടംപുളി, ഇന്നിങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം വനത്തിൽ നിന്ന് എടുക്കുന്നതാണ്. കുറച്ച് സാധനങ്ങളും കൂടി കൊണ്ടുവരാനുണ്ടായിരുന്നു, അത് ഈ പ്രാവശ്യം കൊണ്ടുവന്നില്ല. അത് പാകപ്പെടുത്തിയെടുക്കാൻ സമയം കിട്ടാത്തത് കാരണം അത് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഈ വൈഗ എന്ന് പറയുന്നൊരു പരിപാടി അത് നമുക്ക് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതിൽ ഏറ്റവും നല്ല ഗുണമാണ്. കാരണം ഇതുപോലെ
പുറത്തു പോയിട്ട് ഇതുപോലെ വലിയ വിപണനം നടത്താൻ കഴിയാത്ത ആളുകൾക്ക്, ചെറിയ ചെറിയ രീതിയിൽ ഇതുപോലുള്ള വിപണനം നടത്തുന്ന ആളുകളെ കോർത്ത് നീക്കിക്കൊണ്ട് അവരെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെ ടൗണുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് വിപണനം ചെയ്യുന്നത് അവർക്കൊരു ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് അവർക്കൊരു ഗുണകരമാണ്. അപ്പോൾ വരും വർഷങ്ങളിലാണെങ്കിലും ഇനിയാണെങ്കിലും ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇവരെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. നല്ല വൈകയിൽ വന്ന് നല്ല എക്സ്പീരിയൻസാണ്. പച്ചക്കറി വാങ്ങിക്കാൻ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നല്ല കസ്റ്റമറൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പച്ചക്കറിയൊക്കെ നല്ല വിപണനം നടക്കുന്നുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാവരും ഇന്ന് കിട്ടുന്നത്. വൈകയിൽ നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മുടെ നെടുമങ്ങാട് ബ്ലോക്കിൻ്റെ പച്ചക്കറി സ്റ്റാളാണ്. നമ്മുടെ കർഷകരാണ്. നിലവിലെ 2020 ഹൈടെക് ഫാർമറാണ് ഞാൻ. ഷമീർ എന്നാണ് പേര്. നമ്മൾ ഈ 7ാമത്തെ എഡിഷനിൽ വൈകിയിലുള്ള ഈ ഒരു നല്ലൊരു അനുഭൂതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് കർഷകർക്കും അങ്ങനെ അനുബന്ധ മേഖലയിലും എല്ലാം നല്ലോണം നടക്കുന്നുണ്ട്. എന്തായാലും വൈകിക്ക് ആശംസകൾ. വിവിധ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, SFACയുടെ വിവിധങ്ങളായിട്ടുള്ള FPCകൾ, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ, സർവീസ് സഹകരണ ബാങ്കുകൾ, ധാരാളം കർഷകർ പുതുതായിട്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ധാരാളം കർഷകർ ഒക്കെ ഈ മേളയിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ധാരാളം നേഴ്സറികൾ, വിവിധങ്ങളായിട്ടുള്ള അലങ്കാര സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള തൈകൾ ഈ സ്റ്റോളുകളിൽ ലഭ്യമാണ്. കൂടാതെ ആധുനിക കാർഷിക ഉപകരണങ്ങൾ, മെഷീനറികൾ എല്ലാം തന്നെ നമ്മുടെ സ്റ്റോളുകളിൽ ലഭ്യമാണ്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ, മറ്റ് ഉൽപാദനോപാധികളായിട്ടുള്ള വളം, കീടനാശിനി എന്നിവയെല്ലാം നമ്മളെ ഈ സ്റ്റോളിൽ ലഭ്യമാണ്. ഒരു കൊടക്കീഴിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാനവും അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് അറിവുകളോടൊപ്പം തന്നെ അവർക്ക് വേണ്ടതായ ഉപകരണങ്ങൾ, വളം, കീടനാശിനി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം കർഷകർ പുതുതായിട്ട് കാർഷിക മേഖലയിൽ കൃഷിയിലേക്ക് വരുന്ന ധാരാളം കർഷകർ ഈ സ്റ്റോളുകൾ സന്ദർശിക്കുകയും ഇവിടെ നിന്ന് അവർ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അവർ അവരുടെ സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടിയിട്ട് പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് തന്നെയാണ് സംഘാടകരായ കൃഷി വകുപ്പ് വിശ്വസിക്കുന്നത്. വൈഗ 2026 ഭാഗമായി കേരള ഗ്രോ സ്റ്റോർ തൃശ്ശൂരിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിരപ്പള്ളി ട്രൈബൽ വാലി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് തൃശ്ശൂർ കേരള ഗ്രോ സ്റ്റോർ നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഈ വൈഗയിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ, കേരള ഗ്രോ എന്ന ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുവാനും അതുവഴി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, സെയിൽ മാത്രമല്ല, ഒരു പ്രൊമോഷൻ കൂടി നമുക്ക് ഈ എക്സിബിഷൻ വഴി ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകൾ പ്രധാനമായിട്ടും വരുന്നത് അതിരപ്പള്ളിയിലെ ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അവർ കൃഷി ചെയ്യുന്നതും അതിന്റെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് വരുന്നത്. മേജറായിട്ട് വരുന്നത് കോഫി ഉണ്ട്, ബ്ലാക്ക് പെപ്പർ, ഫോറസ്റ്റ് ഹണി, ഈ 3 പ്രൊഡക്റ്റുകളാണ് വരുന്നത്. ഇതുകൂടാതെ തൃശ്ശൂരിൽ നിന്ന് മറ്റ് കേരള ഗ്രോ ഉൽപ്പന്നങ്ങളായ അന്തിക്കാട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, മില്ലറ്റുകൾ, ലെമണേഡുകൾ, ഇതെല്ലാം തന്നെ നമ്മളിവിടെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. കമ്പനി വരുന്ന ശ്രീപത്മ അക്വാഫ്ലോറ എന്നാണ്. ഇത് വരുന്ന ആലുവ, എറണാകുളത്താണ്. ഏകദേശം 250 പരം അക്വാട്ടിക് പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ടിഷ്യൂ കൾച്ചർ കപ്സ് വരുന്നുണ്ട്, അല്ലാതെ പോട്ടർ കപ്സ് വരുന്നുണ്ട്, ഫേൺ വെറൈറ്റീസ്, മോസസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഓൺലൈനിലും അതുപോലെ തന്നെ എല്ലാ റീറ്റെയിൽ ഷോപ്സിലും ഇത് അവൈലബിൾ ആണ്. ഹായ്, ഞങ്ങൾ കതിർ ടീം. ഇതൊരു കതിർ എന്ന് പറഞ്ഞൊരു കൗതുകമായൊരു വർക്കാണ്. അതുകൊണ്ട് ശരിക്കും ഇത് ഗവൺമെന്റ് ഓഫ് നമ്മുടെ കേരളയുടെ ഒരു പ്രൈഡ് പ്രോജക്റ്റ് ആണ്.
ഈ കതിരിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ കർഷകനെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പേപ്പറിൽ നിന്നും അദ്ദേഹത്തിന് എങ്ങനെ ഡിജിറ്റലി അദ്ദേഹത്തിന് മൂവ് ചെയ്യാം എന്നൊരു ആശയത്തിന് പുറത്താണ് വരുന്നത്. അപ്പോൾ ഈ ഡിജിറ്റലി നമ്മൾ എങ്ങനെ മൂവ് ചെയ്യുന്നു ആലോചിക്കുമ്പോഴാണ് എങ്ങനെയാണ് കറണ്ട് എന്താ പറയുക ഈ സമകാലിക ടെക്നോളജിയുമായിട്ട് എങ്ങനെ പൊരുത്തിപ്പെട്ടു പോകാം അതൊക്കെ നോക്കിയപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഒരു കർഷകനെ യോജിച്ചു പോകാൻ പറ്റുന്നത് അദ്ദേഹത്തിന് വെബിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും കംഫർട്ടബിൾ പറയുന്ന ഒരു മൊബൈൽ ആപ്പാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരുടെ കയ്യിലൊരു വലിയൊരു ഉപകരണമായി മാറിയിരിക്കുന്നത്. കാരണം അതിലൂടെ ഒരു ലോകത്തെ നമുക്ക് മാറ്റിമടത്താനുള്ളൊരു ടെക്നോളജികൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കർഷകനും കൂടി അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ കതിർ ആപ്പ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കതിരിലൂടെ അദ്ദേഹത്തിന്റെ എന്താ പറയുക നിരന്തരമായിട്ടുള്ള ഓരോ ഇൻഫർമേഷനും അദ്ദേഹത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ടതും അദ്ദേഹത്തിന് കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും കൃഷി ചെയ്താൽ എന്തൊക്കെ നേട്ടം കിട്ടും അതിനെ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഓരോ വിവിധ തലത്തിൽ ഞങ്ങൾ ഈ കതിർ ആപ്പിലൂടെ ഞങ്ങൾ കർഷകനെ എന്താ പറയുക അദ്ദേഹത്തിന് സഹായിക്കാനും അദ്ദേഹത്തിന്റെ കൃഷി മെച്ചപ്പെടുത്താനും അദ്ദേഹത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന് അതിനെല്ലാം സഹായിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ കതിർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ ഇതിന് ഫാം രജിസ്ട്രേഷൻ ഒക്കെ നടത്തുമ്പോഴാണ് ഒരു ആസ് എ ഫാർമർ അദ്ദേഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാമർ ഡീറ്റെയിൽ മാത്രമല്ല അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കൃഷി ഏതൊക്കെയാണ് ചെയ്യുന്ന ഒരു സ്ഥലത്തിൽ ആ കൃഷി ചെയ്യുന്ന ക്രോപ്പുകൾ എന്തൊക്കെയാണ് അതൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഓരോ ക്രോപ്പ് തിരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ കിട്ടും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അദ്ദേഹം ഒരു കൃഷി ചെയ്യുന്ന ഒരു ബനാനയാണെങ്കിൽ ആ ബനാനയ്ക്ക് എപ്പോഴാണ് പെസ്റ്റിന്റെ അറ്റാക്ക് ഉണ്ടാവുക അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുക അങ്ങനെ ഒരു 14 ദിവസം അളവിൽ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ അദ്ദേഹം രജിസ്റ്റർ ഒരു കൃഷിയുടെ ഇന്നിപ്പോൾ 12 ആണെങ്കിൽ ഈ 12 to 12 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 14 ദിവസം അങ്ങനെ 14 ദിവസം കാൽക്കുലേറ്റ് അദ്ദേഹത്തിന് നിരന്തരം നിർദ്ദേശങ്ങൾ കിട്ടും. അതിപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും അതിപ്പോൾ ക്രോപ്പിന് നേരിടുന്ന സ്ട്രെസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് സോയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പോലും നമ്മൾക്ക് ഈ കതിർ ആപ്പിലൂടെ അദ്ദേഹത്തിന് നിർദ്ദേശങ്ങളായിട്ടും ഓരോ ഈ ഇൻഫർമേഷൻ ആയിട്ട് ഇതിലേക്ക് കൊടുക്കുന്നു ഡീറ്റെയിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഇങ്ങനെ ഒരു ആപ്പ് വരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കൃഷി ചെയ്യുന്നതും ആ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തരുന്നതോടൊപ്പം അദ്ദേഹത്തിന് മെച്ചപ്പെട്ടൊരു എന്താ പറയാ ഒരു കൾട്ടിവേഷൻ ചെയ്യാനും അതിലൂടെ നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും ഈ കതിർ ആപ്പ് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രൊഡക്റ്റ് ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ അത് അദ്ദേഹത്തിന് ഈസി ആയിട്ട് സെല്ല് ചെയ്യാനുള്ള ഒരു മാർഗം കൂടി ഞങ്ങൾ ഈ കതിർ ആപ്പിലൂടെ എന്താ പറയാ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഈ കതിർ എന്ന് പറഞ്ഞാൽ ഫുള്ളി നമ്മളൊരു ഇക്വിപ്ഡ് ആവുകയാണ്. നമ്മുടെ ഒരു കർഷകൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹം ഇന്നലെ വരെ കാണിച്ചിരുന്ന ഒരു അമാനുഷിക ലോകത്ത് നിന്നും അദ്ദേഹം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഒരു കൈപിടിച്ച് കൊണ്ടുവരുന്നത് ഈ കതിർ ആപ്പാണ്. ശരിക്കും അദ്ദേഹം ലോകത്തോടു കൂടിയാണ് ഈ കതിർ ആപ്പിലൂടെ അദ്ദേഹത്തിന് എന്താ പറയുക അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ശ്രമിക്കും. അതിലൂടെ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഫുൾ ടെക്നോളജി ഇപ്പൊ ഏറ്റവും AI ബേസ്ഡ് ആണ്, AI ആണ്, മെഷീൻ ലേണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഇത്തരം ടെക്നോളജി കൂടി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഓരോ ഇൻഫർമേഷൻ. അതോടൊപ്പം തന്നെ സാറ്റലൈറ്റിന്റെ ഏറ്റവും വലിയ മഹാസാഗരമായ ഡാറ്റാബേസിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അപ്പൊ അതിലൂടെ അദ്ദേഹത്തിന് ഒരു 14 ദിവസത്തെ ഫോർകാസ്റ്റിങ്ങിലൂടെ എപ്പോഴാണ് മഴ വരിക, മഴ വന്ന് അദ്ദേഹം എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്, ഫീൽഡിൽ എന്തൊക്കെ ചെയ്യണം, അത്ര നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ഒരു കർഷക അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് എല്ലാ രീതിയിലും സഹായം കൂടി എത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് സ്വന്തം ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ കൃഷി ഓഫീസറുമായി എന്താ പറയുക വാർത്താവിനിമയം നടത്താൻ പറ്റും. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒരിക്കലും അദ്ദേഹം കൃഷി ഓഫീസിൽ പോകാതെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിരൽ തുമ്പിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൃഷിയും കൃഷിയുടെ പ്രശ്നങ്ങളുമായി നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എത്തിക്കാൻ ഈ കതിർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിക്കും. ഗിരീഷ് പറഞ്ഞതുപോലെ കതിർ ഫാർമറിന്റെ കൈത്തുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് കാർഷിക ആവശ്യങ്ങൾക്കായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് കാലാവസ്ഥ 10 ദിവസത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 1 മാസത്തേക്കുള്ള കാലാവസ്ഥ അതനുസരിച്ച് പുള്ളിയുടെ കൃഷിയിടം പാകപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്ന് നേരത്തെ കൂട്ടി നിശ്ചയിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ മണ്ണിനെ പാകപ്പെടുത്തുന്നതിനായിട്ട് മണ്ണ് പരിശോധിക്കാം. മണ്ണിന് എന്തെങ്കിലും ന്യൂട്രിയൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ മണ്ണ് പരിശോധനയിൽ കൂടി അദ്ദേഹത്തിന് നേരത്തെ അറിയാൻ പറ്റും. ഈ മണ്ണ് പരിശോധന കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നിലം പാകമാക്കുന്നതിന് അദ്ദേഹത്തിന് പല ഇനം കാർഷിക ഉപകരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ നിന്നും റെന്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നിലം പാകം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ഇനം വിത്തും തൈകളും എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് ഇതെല്ലാം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുമെന്ന് കതിർ വഴി അറിയാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വിള വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളയ്ക്ക് കീടബാധ ഉണ്ടായാൽ
അതിനെന്ത് ചെയ്യണമെന്നുള്ളതിന് നമുക്കൊരു പ്ലാൻ ഡോക്ടർ എന്നൊരു മോഡ്യൂളുണ്ട്. ഇതുവഴി അദ്ദേഹത്തിന് ആ കീടബാധ ഉണ്ടായതിൻ്റെ ചിത്രം അപ്ലോഡ് ചെയ്ത് ഒരു പ്ലാൻ ഡോക്ടർ, ഒരു കൃഷി ഓഫീസറുമായി സംസാരിച്ച് ആ വിള കേടായതിന് എന്ത് പരിഹാരം നേടണമെന്ന് ഉള്ള നിർദ്ദേശം കിട്ടും. അത് കഴിഞ്ഞ് പുള്ളി ഇതെല്ലാം വളർന്ന് പുള്ളിയുടെ വിളവെടുപ്പായി കഴിഞ്ഞാൽ ഇന്ന് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിള വിപണിയിലെത്തിച്ച് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഉള്ള പ്രൈസ് കിട്ടി വിളയെ വിൽക്കാനായിട്ട് കർഷകനെ സഹായിക്കേണ്ടത്. അതിനുള്ള മോഡ്യൂളാണ് ഈ മാർക്കറ്റ് പ്ലേസ്. അവിടെ അദ്ദേഹത്തിൻ്റെ വിളകൾ ഡീലേഴ്സിന് വിൽക്കാൻ പറ്റും. ഡീലേഴ്സിന് കതിറിൽ രജിസ്റ്റർ ചെയ്തിട്ട് വലിയ ഡിമാൻഡാണ് ഡീലേഴ്സിന് വലിയ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് നോഡൽ ഏജൻസി വഴി ബന്ധപ്പെട്ട് കർഷകരിൽ നിന്നും വിളവുകൾ ബൾക്ക് ഓർഡറിൽ ഡീലേഴ്സിന് എത്തിക്കും. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് FPOക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. അത് ഡീലേഴ്സിന് വാങ്ങിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ഏറ്റവും കർഷകർ ഇന്ന് നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാണ് കതിർ ആപ്പ്. എൻ്റെ പേര് സുനിൽ ചന്ദ്രൻ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. മലപ്പുറം തിരുനാഗ എന്നാണ് വരുന്നത്. പിന്നെ ഞാനൊരു കറി പേസ്റ്റിൻ്റെ ബിസിനസ് ചെയ്യാണ്. ഞാൻ 18 വർഷമായിട്ട് ഒരു ആക്സിഡൻറ്റ് പറ്റിയൊരു വീൽ ചെയറിലാണ്. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തേങ്ങ വറുത്തച്ച കറി പേസ്റ്റ് ബിസിനസ് ചെയ്യുന്നത് ഞാൻ. പിന്നെ 5 ഐറ്റം കറി പേസ്റ്റുകളാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് കടലക്കറി ചെയ്യുന്നുണ്ട്, ഫിഷ് കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, സാമ്പാർ കറിയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്. 5 ഐറ്റം കറികളാണ് ചെയ്യുന്നത്. ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ ഇറച്ചിയിലേക്ക് നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. ഏകദേശം 18-19 ഇൻഗ്രീഡിയൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പാറാണെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിക്കുക, കഷ്ണം ഇടുക, കഷ്ണത്തിൻ്റെ കൂടെ ഈ പേസ്റ്റ് ആഡ് ചെയ്യുക. ഒരു പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 പേർക്കുള്ള സാമ്പാർ ഉണ്ടാവും. ഞാൻ ട്രിവാൻഡ്രം ജില്ലയുടെ വിതുരയിൽ വരുന്നതാണ്. എൻ്റെ സ്പെഷ്യൽ എഗ് അവലോസ് പൗഡർ ഉണ്ട്, പിന്നെ ഒരു കറിവേപ്പില പിക്കിളുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഒത്തിരി പോണുണ്ട് ഈ കറിവേപ്പിലയും എഗ് അവലോസ് പൗഡറും. പിന്നെ കാട്ടാക്കടയുടെ കൂൺ അച്ചാറുണ്ട്, മഷ്റൂം അല്ലാതെ ബോക്സിലുണ്ട്. പിന്നെ വേറൊരു SR പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ വേറൊരു ഫുഡുണ്ട്. ഞങ്ങൾക്ക് വെറൈറ്റി ഫുഡാണ്. പിന്നെ ഒരു ചങ്ങലപ്പണ്ട ചമ്മന്തിയും പൗഡറുണ്ട്. ഇത് വെറൈറ്റി ഫുഡിൽ പെടുന്നതാണ്. നല്ല ബിസിനസ് ഉണ്ട് ഞങ്ങൾക്കിതിൽ. ഞങ്ങളുടെ തന്നെ കൃഷിയിടത്തിൽ 300-ൽ പരം കൃഷി ഇതുണ്ട്. ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, പച്ചക്കറികളുണ്ട്. ആട്, പശു, കോഴി, മീൻ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ വെച്ചാണ് ഇതെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത്. 100% ശുദ്ധവും ഞങ്ങളുടെ തന്നെ ഹോം മെയ്ഡായിട്ടെല്ലാം ചെയ്ത് ഞങ്ങൾ ഉൽപ്പന്നം. എൻ്റെ പേര് സുൽഫത്താണ്. ഞാൻ കാട്ടാക്കടയ്ക്കടുത്തുള്ള ആമച്ചെന്ന് വരുന്നതാണ്. എനിക്ക് അച്ചാറിൻ്റെ ഇതാണ് ഞാൻ ചെയ്യുന്നത്. മാങ്ങ ആയാലും വെളുത്തുള്ളി ആയാലും നല്ലെണ്ണയിൽ പൊരിച്ച് കോരി അതിനെ വരട്ടി മൺചട്ടിയിലിട്ട് ആ രീതിയിലാണ് അതിൻ്റെ സ്പൂണും വെച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എല്ലാ സാധനവും മാങ്ങ, നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, മാങ്ങ പെരട്ടെല്ലാം ഒരു ദിവസം വെയിലത്തിട്ട് അതിനെ വരട്ടി കോരി അതിനെ വരട്ടിയാണ് കാശ്മീരി മുളകിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെ ചോളമാവുകൊണ്ട് വറുത്ത് പൊടിച്ച് അതിനെ വെച്ചേക്കുന്നതാണ്. ഗോതമ്പായാലും കഴുകി ഉണക്കി നുറുക്കി വറുത്ത് നുറുക്കിയാണ് കഞ്ഞിക്കായാലും ഉപ്പുമാവിനായാലും ഉണ്ടാക്കി വയ്ക്കുന്നത്. അങ്ങനെ മാവ് ഐറ്റങ്ങൾ നല്ല കാശ്മീരി മുളകും 2 ഇനം മുളകുണ്ട്, നല്ല ചോളമാവുണ്ട്, അങ്ങനെ പല ഐറ്റം ഉണ്ട്. കുടംപുളിയുണ്ട്. നമ്മൾ കിണറിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഉണക്കി അതിനെ വെക്കുന്നതാണ്. Hi, myself Asit Ketank, Assistant Director of Horticulture, Gir Somnath, Gujarat. We are having from State Department of Horticulture and Government of Gujarat. These all are our progressive farmers product. We are only for display, not for sale. These all the products, and in products like different grades of onion powder. Then Rajkot, our Saurashtra regions, Rajkot district, Gondal Taluka having dry chili. It is the more better production than Guntur, Tamil Nadu. These all are the onion flakes, different onion, pink onion, red onion, yellow onion. This one is the garlic granules. These are the rose kibbles, red rose kibbles, and all are the canned products like sweet corn, red kidney bean, black beans,
baked beans, green peas, pinto peas, and tomato puree, and all are from the Moringa value-added products. These these are dehydrated products. Then these are the canned products. These are also value-added products from Moringa, and these are products from our Jamnagar district of Saurashtra region in Gujarat. Then onion mist is there, onion granules red, and this is our pride of Gujarat, Gir Kesar mango pulp. These products are made from our women farmer, particularly canning. So these are the canning, and this one is a pickle of mango fruit pickles. These are the spice nest. In Gujarat, there are so many spices companies. So this is also from there. And these are the value addition products like garlic powder, ginger powder, beetroot powder, and banana powder. This portion is only for honeybees. Like different tubes, different 20 types of tubes are there in different flavors. Like these are the stick. You can tear and sip. This is made from honeybee wax. And these are our identity of Gujarat: onion, okra, cumin, lemon, fennel, isabgol, and these are all our prides of Gujarat, in which banana, mango is GI tag, kesar mango, dates, sapota, potato, pomegranate. Then these are our emerging crops of Gujarat, like kamalam, strawberry, fig, orchid, cashew nut, oil palm, and these are our strength of vibrant Gujarat. We having fruits, vegetables, spices, flowers in, these are the area in lakh, and production in lakh metric ton. We having highest 40% of vegetable, 38% of spices, 21% is fruits, and 1% is the flower. And horticulture infrastructure supported by our department. These are the all numbers and figures. And this one is our center of excellence from horticulture department. We having the highest center of excellence, like for mango in Talala, for dates in Kukma, Kutch, Bhuj, for vegetables there are in Vadral, Sabarkantha district, like for flower crops in Chanwai, Valsad district, Susi, Mehmdabad, Majiwana for semi-arid crops. So there are so many center of excellence that are in Indo-Israel work plan under Indo-Israel agriculture work plan. Okay, thank you. ഞങ്ങൾ പുളിമാത്ത് കൃഷിഭവന്റെ കീഴിലുള്ള വെൺമാനം കൃഷിക്കൂട്ടത്തിൽ നിന്നാണ് വരുന്നത്. അത് റിപ്രസെന്റ് ചെയ്താണ് വരുന്നത്. ഞങ്ങൾക്കൊരു മഷ്റൂം ഫാം ഉണ്ട്. കാരേറ്റാണ് ഫാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏതാണ്ട് നമ്മൾ ഹൈടെക് രീതിയിൽ മഷ്റൂം ഫാമിംഗ് ആണ് ചെയ്യുന്നത്. മെയിൻലി ഓയിസ്റ്റർ മഷ്റൂംസ് ആണ് ചെയ്യുന്നത്. ചിപ്പിക്കോണ, വൈറ്റ് ഓയിസ്റ്റർ, ഗ്രേ ഓയിസ്റ്റർ, ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തന്നെ ഒരു ഔട്ട്ലെറ്റ്, മഷ്റൂമിന്റെ ഔട്ട്ലെറ്റും, മഷ്റൂം മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ കുറെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്. അച്ചാറുകൾ, ഇടിച്ചമ്മന്തി, അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാം ഔട്ട്ലെറ്റ് നമുക്ക് നാലാഞ്ചിറ സ്റ്റെപ്പ് ജംഗ്ഷൻ്റെ അവിടെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഇന്നൊരു അവസരം, ഈ വൈഗ ഫെസ്റ്റിവലിനൊരു അവസരം തന്നത് പുളിമാത്ത് കൃഷിഭവനാണ്. അവിടുത്തെ കൃഷി ഓഫീസർക്കും എഡിക്കും ഞങ്ങളെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പാറശാല ബ്ലോക്കിന്റെ കീഴിലുള്ള പാറശാല ബ്ലോക്കിലെ 6 കൃഷിഭവനുണ്ട്. ആ 6 കൃഷിഭവന്റെ കീഴിലുള്ള പ്രോഡക്റ്റുകൾ, പിന്നെ കൃഷിക്കൂട്ടങ്ങളുടെ പ്രോഡക്റ്റാണ് കൂടുതലായിട്ട് ഇതിനകത്തുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, വൈനുണ്ട്, കൃഷിക്കൂട്ടം, അങ്ങനെയുള്ള അവരുടെ പ്രോഡക്റ്റുകൾ കുറേ ഉണ്ട്. പുട്ടുപൊടി, അതായത് ഇപ്പം വെറൈറ്റി ആയിട്ട് കാണുന്നത് ജാക്കാണ്. ഇപ്പം ജാക്ക് ഫ്രൂട്ട് ഉപയോഗിച്ച് പുട്ടുപൊടി, പിന്നെ കൂരവിൻ്റെ സാധനങ്ങൾ, മുരിങ്ങയില ചമ്മന്തി, പുട്ടുപൊടി, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ജൈവ കോഴിയുടെ മുട്ടയുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ്സുകൾ, വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട്, അഡീനിയ. പിന്നെ പലതരം അച്ചാറുകളുണ്ട്, വെളുത്തുള്ളി അച്ചാർ, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ. പിന്നെ അത് പോയിട്ട് ചിപ്സ് ഐറ്റം, നമ്മുടെ ബനാന പ്രോഡക്റ്റുകൾ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ബനാന കൊണ്ടുള്ള ഡ്രൈ നട്ട്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ തേന്, നമ്മുടെ അവിടുത്തെ കർഷകരുടെ തന്നെ വീട്ടിലുള്ള തേനാണ്, നല്ല ശുദ്ധമായിട്ടുള്ള തേനാണ്. പിന്നെ ഇത് മാത്രമല്ല,
ഈ ന്യൂട്രലിലേക്ക് പകരം നമ്മൾ ജാക്കിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണിത്. ജാക്ക് ഫ്രൂട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. ന്യൂട്രലിനെ നമ്മൾ എങ്ങനെയാണോ ബ്രെഡിലും ഇതിലുമൊക്കെ ഉപയോഗിക്കുന്നോ അതുപോലെ തന്നെ ഇതും നമ്മൾ സ്പൂണിലെടുത്തിട്ട് നമുക്ക് ബ്രെഡിലും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ അവിടുത്തെ ഒരു കർഷകൻ്റെയാണ് രാജൻ തോമസ് എന്ന് പറയുന്നത്. അങ്ങേര് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കോണ്. പിന്നെ നമ്മളെ ഫ്ലാക്സ് സീഡ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ ഞങ്ങളുടെ പാറശാല ബ്ലോക്കിൻ്റെ കീഴിൽ കൃഷിക്കൂട്ടത്തിൻ്റെ പേരിൽ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഷാനവാസ് എന്നാണ്. ഞാൻ കല്ലറപ്പാങ്ങോട്, തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കല്ലറപ്പാങ്ങോട് സ്വദേശമാണ്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തേനാണ്. തേന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാണ്. ഏറ്റവും ചിറ്റാർ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി എന്നാണ് ഞങ്ങളുടെ പേര്. വാമനപുരം നദിയുടെ അരികിൽ താമസിക്കുന്ന ചിറ്റാർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്ന് കർഷകരെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിറ്റാർ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പേര് തന്നെ വയ്ക്കാൻ കാരണം. അപ്പോൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സാധനം തേനാണ്. തേനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും കൂടിയുണ്ട്. നമ്മുടെ കാന്താരി തേൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഇട്ട് വെച്ച തേൻ BP കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും. കാന്താരി കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വരിക്കച്ചക്ക ഇട്ട് വെച്ച തേൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക, അയണിൻ്റെ കുറവുള്ളവർക്ക് ഏറ്റവും പിന്നെ ചെയ്യാൻ പറ്റുന്ന അയണിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള തേനുണ്ട്. അതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും വന്നാലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തേനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫോറസ്റ്റ് ഹണിയുണ്ട്. വന്നോളൂ, നിങ്ങൾ വന്നോളൂ, ഒന്ന് കഴിച്ചു നോക്കൂ. ഇത് ഫോറസ്റ്റ് കാടിൽ നിന്ന് എടുക്കുന്ന തേനാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടെ പൂമ്പൊടിയും കൂടി ഇതിനകത്തേക്ക് ഉണ്ടാകും. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ വൈക്കിംഗ് സെൻട്രൽ പ്രോഡക്ട്സ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ഞങ്ങൾക്കുള്ള എല്ലാ പ്രോഡക്ട്സുകളും നാച്ചുറൽ ആയിട്ടുള്ളതാണ്. സോപ്പ്, ഷാമ്പു, ലിപ് ബാം, സിറം, സ്കിൻ ബ്രൈറ്റനിങ് ഓയില്, പിന്നെ വന്നിട്ട് ക്രീമുകളുണ്ട്, ഫേസ് വാഷ് ഉണ്ട്. അങ്ങനെ കുറേയധികം നാച്ചുറൽ സാധനങ്ങളാണ് ഞങ്ങൾക്കുള്ളത്.